സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുൻപും ഒന്ന് രണ്ട് തവണ നമ്മൾ കുട്ടികളുടെ ഭക്തിയെക്കുറിച്ചുള്ള കഥകൾ നമ്മുടെ ഈ ചാനലിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. കുട്ടികളുടെ ഭക്തി എന്ന് പറയുന്നത് ഭഗവാനെ ഏറെ പ്രിയപ്പെട്ട ഭക്തിയാണ്. കാരണം നമ്മൾ മുതിർന്നവരെ പോലെയുള്ള ഈ ഭൗതിക ലോകത്തിലെ ലയിച്ച് നടക്കുന്ന ആൾക്കാരല്ല കുഞ്ഞു കുട്ടികൾ. അവർക്ക് ഭൗതിക ലോകത്തിൻ്റെ പ്രാധാന്യങ്ങളോ അതിൻ്റെ സുഖങ്ങളോ ഒന്നും അറിയാറുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭക്തിയും അവരുടെ സ്വഭാവവും ഒക്കെ നിഷ്കളങ്കമേറിയതാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഭക്തിക്ക് ഭഗവാന്റെ മുന്നിൽ ഇത്രയേറെ പ്രാധാന്യം. അങ്ങനെ കുട്ടികളുടെ ഭക്തിയെക്കുറിച്ച് പറയുന്ന ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാതെ കഥയിലേക്ക് കടക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും രാധാദേവിയുടെയും സ്വർഗാരോഹണമൊക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞു കേട്ടോ. വൃന്ദാവനത്തിന്റെ സമീപമായിട്ട് ഉള്ളൊരു ചെറിയ ഗ്രാമത്തിൽ തികഞ്ഞ രാധാകൃഷ്ണ ഭക്തന്മാരായ ഒരു ദമ്പതികൾ താമസിച്ചിരുന്നു. ദേവദത്തനും സുഭദ്രാമയും. അവർക്ക് 2 ആൺമക്കളായിരുന്നു. മാത്രമല്ല അവരോടൊപ്പം ദേവദത്തന്റെ അമ്മയും ഉണ്ടായിരുന്നു. അമ്മയുടെ പേര് കാളിയമ്മ എന്നായിരുന്നു. ദേവദത്തനും സുഭദ്രയ്ക്കും 2 പുത്രന്മാരായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഇരുവർക്കും ഒരു പുത്രി കൂടെ വേണം എന്നതിൽ വളരെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ മാതാവായ കാളിയമ്മയ്ക്ക് പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടമേ അല്ലായിരുന്നു. അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നല്ലോ. പുത്രന്മാർക്ക് മാത്രമായിരുന്നു വലിയ സ്വീകാര്യത ഈ ഒരു സമൂഹത്തില്. ദേവദത്തനും സുഭദ്രയും അവരുടെ 2 കുഞ്ഞുങ്ങളും വളരെ വലിയ രാധാകൃഷ്ണ ഭക്തന്മാരായിരുന്നു. ആ കുഞ്ഞുങ്ങളെ പോലും സുഭദ്രയും ദേവദത്തനും കൃഷ്ണകഥകളും രാധാകൃഷ്ണ ലീലകളും പറഞ്ഞുകൊടുത്താണ് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാ മാസവും മുടങ്ങാതെ വൃന്ദാവനത്തിൽ എത്തുമായിരുന്നു. അവിടെ വൃന്ദാവനത്തില് രാധാകൃഷ്ണ ക്ഷേത്രത്തില് അവരവരുടെ പൂജയും പ്രാർത്ഥനകളും എപ്പോഴും അർപ്പിക്കും. അങ്ങനെ എല്ലാ തവണയും രാധാകൃഷ്ണന്മാരുടെ ദർശനത്തിനായിട്ട് വൃന്ദാവനത്തിലെ ക്ഷേത്രത്തിൽ എത്തുന്ന സുഭദ്രയും ദേവദത്തനും ഒരേ ഒരു പ്രാർത്ഥനയെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നുള്ളൂ. അവർക്ക് ഒരു പുത്രി ഭാഗ്യം വേണമെന്നായിരുന്നു ആ ഒരു പ്രാർത്ഥന. അങ്ങനെ വളരെയധികം കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭഗവാൻ അവരുടെ മേലെ അനുഗ്രഹ വർഷം ചൊരിയുകയാണ്. അങ്ങനെ ഒരിക്കൽ അവരെല്ലാവരും ചേർന്ന് വൃന്ദാവനത്തിൽ നിന്ന് മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങി വരുന്ന വേളയിലാണ് ഒരു നദീതീരത്തെത്തുമ്പോൾ സുഭദ്രയ്ക്കാവട്ടെ വളരെയധികം വെള്ളം ദാഹിക്കുകയാണ്. വളരെയധികം ക്ഷീണം തോന്നുകയാണ്. ആ നദിയുടെ തീരത്ത് കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം പിന്നീട് യാത്ര തുടരാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ആ നദിക്കരയിൽ വിശ്രമിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് എവിടെ നിന്നില്ലാതെ വളരെ വലിയ രീതിയിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. അങ്ങനെ കരച്ചിൽ കേൾക്കുന്ന മാത്രയിൽ തന്നെ ദേവദത്തനും സുഭദ്രയും 4 വശത്തേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ ദേവദത്തനും സുഭദ്രയും കൂടെ ഈ ശബ്ദം വരുന്ന ദിക്ക് തേടി പോവുകയാണ്. ഇരുവരും 2 പുത്രന്മാരും ചേർന്ന് നടന്നു പോകുന്ന സമയത്താണ് നദിയുടെ തീരത്ത് ഒരു ചെറിയ കുഞ്ഞ് വളരെയധികം കൈയും കാലൊക്കെ ഇട്ട് അടിച്ച് വളരെ വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി കരയുകയാണ്. അങ്ങനെ അവർ ഇരുവരും ചേർന്ന് കുഞ്ഞിനെ എടുക്കുന്ന സമയത്താണ് കാണാൻ കഴിയുന്നത് ആ കുഞ്ഞ് ഒരു പെൺകുഞ്ഞായിരുന്നു. വളരെയധികം ഓമനത്തം തുളുമ്പുന്ന മുഖമായിരുന്നു ആ കുഞ്ഞിൻ്റെത്. ആരെ കണ്ടാലും ഒന്ന് എടുത്ത് ലാളിച്ചു പോകും. ആ മാതൃത്വം തന്നെയാണ് സുഭദ്രയുടെ ഉള്ളിലും വന്നത്. കുഞ്ഞിനെ വാരിയെടുത്തു സുഭദ്ര, മാറോടണച്ചു, ചുംബനങ്ങൾ കൊണ്ട് മൂടി. അതിനുശേഷം സുഭദ്ര 4 പുറത്തേക്ക് നോക്കുന്നുണ്ട്. 4 വശത്തേക്ക് നോക്കുമ്പോൾ ആരെയും തന്നെ കാണാനില്ല. ആരോ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയതായിട്ടാണ് അവർ കരുതുന്നത്. അങ്ങനെ അവർ മറ്റൊന്നും ചിന്തിച്ചില്ല. കുഞ്ഞിനെ അവരുടെ കുഞ്ഞാക്കി അവർ സ്വീകരിച്ചു. അങ്ങനെ ഈ പെൺകുഞ്ഞിനെയും കൊണ്ട് വീട്ടിലെത്തുന്ന ദേവദത്തനും സുഭദ്രയും അവരുടെ 2 പുത്രന്മാരും വളരെയധികം വലിയ രീതിയിലുള്ള പ്രതികരണമാണ് നേരിടേണ്ടി വന്നത്. അവരുടെ അമ്മയായ കാളിയമ്മയ്ക്ക് ഈ ഒരു കുഞ്ഞിനെ ഒട്ടും തന്നെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല ഈ ഒരു കുഞ്ഞ് പെൺകുഞ്ഞു കൂടെ ആയതുകൊണ്ടാണ് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്തത്. അവരവരുടെ പ്രതിഷേധം വളരെ വലിയ രീതിയിൽ തന്നെ അറിയിക്കുകയാണ്. വളരെയധികം ദേഷ്യപ്പെടുകയാണ്, കോപപ്പെടുകയാണ്. വീടിനകത്തെ ഒരു അന്തരീക്ഷം തന്നെ മാറ്റി മറിക്കുകയാണ്. കലാപങ്ങൾ സൃഷ്ടിക്കുകയാണ് വീടിന്റെ ഉള്ളിൽ. പക്ഷേ അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല ദേവദത്തനും സുഭദ്രയും. അവരിരുവരും ആ കുഞ്ഞിനെ അവരുടേതായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ആ കുഞ്ഞിന് രാധ എന്ന പേരും നൽകുന്നുണ്ട്. അവരവരുടെ 2 പുത്രന്മാരെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെയാണ് രാധയും ഇവർ 2 പേരും സ്നേഹിക്കുന്നത്. വളരെ ഓമനത്വത്തോടു കൂടിയാണ് അവർ ഇരുവരും ചേർന്ന് രാധയെ വളർത്തുന്നത്.
രണ്ട് പുത്രന്മാർക്കും എന്ന പോലെ തന്നെ രാധയ്ക്കും നല്ല കൃഷ്ണ കഥകളും ഭഗവാന്റെ ലീലാവിലാസങ്ങളും രാധാകൃഷ്ണ ലീലകളും ഒക്കെ പറഞ്ഞു കൊടുത്താണ് അവർ ഇരുവരും വളർത്തുന്നത്. കുഞ്ഞു രാധയ്ക്ക് ചെറിയ പ്രായം തൊട്ട് തന്നെ രാധാകൃഷ്ണന്മാരോട് വളരെയധികം ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ്. പ്രത്യേകിച്ച് രാധാദേവിയോടാണ് രാധയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം രാധാദേവിയുടെ കഥകള് അമ്മ പറഞ്ഞു കൊടുത്ത് രാധാദേവിയോട് രാധാദേവിയുടെ ആ ഒരു സ്വഭാവത്തിനോട് വളരെ വലിയൊരു അഭിനിവേശം തന്നെ ഉണ്ടാവുകയാണ് നമ്മുടെ കുഞ്ഞു രാധയ്ക്ക്. അങ്ങനെ ഒരിക്കൽ ദേവദത്തനും സുഭദ്രയും അവരുടെ രണ്ട് പുത്രന്മാരും കുഞ്ഞു രാധയുമായി വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ വൃന്ദാവനത്തിൽ എത്തിയ ദിവസം എന്ന് പറയുന്നത് രാധാഷ്ടമി ആയിരുന്നു. വൃന്ദാവനത്തിൽ വളരെ വലിയ ആഘോഷം തന്നെ നടക്കുന്ന ഒരു സമയമായിരുന്നു രാധാഷ്ടമി. രാധാകൃഷ്ണന്മാരുടെ ക്ഷേത്രത്തിൽ വളരെ വലിയ ആഘോഷ ഉത്സവ പ്രതീതി തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു ക്ഷേത്രത്തിന്റെ പുറത്തായിട്ട് ഒരു വൃദ്ധയായ സ്ത്രീ ഇരുന്ന് അനേകം ഓടക്കുഴലുകൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുകയാണ് നമ്മുടെ കുഞ്ഞു രാധ തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓടക്കുഴൽ നേരിട്ട് കാണുന്നത്. അമ്മ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കയ്യില് ഓടക്കുഴലുണ്ട് എന്ന്. അതിമധുരമായ സംഗീതം അദ്ദേഹം ആ ഒരു വേണുഗാനം അതിലൂടെ പൊഴിക്കുമെന്ന് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓടക്കുഴൽ കാണുന്ന മാത്രയിൽ തന്നെ കുഞ്ഞു രാധയ്ക്ക് അതിനോട് വളരെ വലിയൊരു അഭിനിവേശം തോന്നുകയാണ്. അത് തന്റെ കയ്യില് തനിക്കും വേണം എന്നുള്ളൊരു തോന്നല് ഉണ്ടാവുകയാണ്. ഉടനെ തന്നെ നമ്മുടെ രാധക്കുട്ടി അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, അച്ഛാ എനിക്ക് ആ കുഞ്ഞു ഓടക്കുഴല് വാങ്ങിത്തരുമോ എന്ന്. അപ്പോൾ രാധ ചോദിക്കുന്നത് കേട്ട് അച്ഛൻ ചോദിച്ചു, നിനക്കതിന് ഓടക്കുഴല് വായിക്കാൻ അറിയുമോ എന്ന്. അപ്പൊ രാധ പറയുകയാണ്, അറിയാം അച്ഛാ, ഞാൻ ഉണ്ണിക്കണ്ണന്റെ കയ്യിൽ ഓടക്കുഴൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഓടക്കുഴൽ എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് കുഞ്ഞു രാധ അച്ഛനോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞു രാധയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് അച്ഛൻ. അവിടെ നിന്ന് ഒരു ഓടക്കുഴൽ വാങ്ങി രാധയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. രാധയാവട്ടെ ഓടക്കുഴൽ കിട്ടിയ മാത്രയിൽ തന്നെ തൻ്റെ ചുണ്ടിനോട് ആ ഓടക്കുഴൽ ചേർത്ത് പിടിച്ച് എങ്ങനെയാണോ അമ്മ പറഞ്ഞു കൊടുത്തത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെ ഓടക്കുഴൽ വായിക്കുമെന്നാണോ അമ്മ പറഞ്ഞു കൊടുത്തത്, അതേപോലെ ആ ഓടക്കുഴലിനെ തൻ്റെ ചുണ്ടിനോട് ചേർത്ത് പിടിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വളരെ അത്ഭുതം എന്ന് തന്നെ പറയണം. കുഞ്ഞു രാധ ആദ്യമായിട്ടാണ് ഒരു ഓടക്കുഴൽ കാണുന്നതും അത് തൻ്റെ കരങ്ങളിൽ പിടിക്കുന്നതും. എങ്ങനെയാണോ അമ്മ പറഞ്ഞു കൊടുത്തത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെ ഓടക്കുഴൽ വായിക്കുമെന്നാണോ അമ്മ പറഞ്ഞു കൊടുത്തത്, അതുപോലെ ഓടക്കുഴൽ വായിക്കുകയാണ് നമ്മുടെ കൊച്ചു രാധയും. അതിമധുരമായ സംഗീതം ആ ഓടക്കുഴലിൽ നിന്ന് വരുന്നുണ്ട്. രാധയുടെ സമക്ഷം നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്ര ചെറിയ ബാലിക എത്ര മനോഹരമായി ഓടക്കുഴൽ വായിക്കുന്നു എന്ന് രാധയെ തന്നെ നോക്കി നിൽക്കുകയാണ്. മാത്രമല്ല രാധയുടെ അച്ഛനും അമ്മയ്ക്കും ജ്യേഷ്ഠന്മാർക്കൊക്കെ ഇത് വളരെ വലിയ അത്ഭുതം തന്നെയാണ്. ദേവദത്തനും സുഭദ്രയും കൊച്ചു രാധയെ തങ്ങളുടെ ഭഗവാൻ അവർക്ക് സമ്മാനമായിട്ട് കൊടുത്തതാണ് എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാധ ചെയ്യുന്ന പല പല കാര്യങ്ങളും, രാധയിലുള്ള പല പല കഴിവുകളും അവർ വളരെ വലിയ രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഭഗവാന്റെ ഒരു കടാക്ഷം രാധയിലുണ്ട് എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ അന്ന് രാധാഷ്ടമി ദിവസത്തെ എല്ലാ പൂജകളും എല്ലാ ആഘോഷങ്ങളും അവസാനിച്ചു. അച്ഛൻ വാങ്ങിക്കൊടുത്ത ആ ഒരു ഓടക്കുഴലുമായി രാധയും ദേവദത്തനും സുഭദ്രയും അവരുടെ രണ്ട് പുത്രന്മാരും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് കാളിയമ്മയ്ക്ക് ഇവർ കാണിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഓടക്കുഴൽ. അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വീട്ടിൽ വന്ന് വിവരിക്കുന്നുണ്ട്. പക്ഷേ രാധയെ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത കാളിയമ്മയ്ക്ക് വളരെയധികം ദേഷ്യം വരികയാണ് രാധയോട്. ആ ചെറിയ കുഞ്ഞിനോട് പോലും അസൂയ തോന്നുകയാണ് ഈ ഒരു സ്ത്രീക്ക്. അങ്ങനെ നമ്മുടെ രാധ കുറച്ചും കൂടി വളർന്നു. രാധയുടെ 6ാം വയസ്സ് ജന്മദിനമായി. എന്നാണോ ദേവദത്തനും സുഭദ്രയ്ക്കും രാധയെ കിട്ടിയത്, ആ ദിവസമാണ് അവർ രണ്ടുപേരും ചേർന്ന് രാധയുടെ ജന്മദിനമായി ആഘോഷിക്കാറുള്ളത്. ഇത്തവണയും രാധയുടെ ജന്മദിനം വളരെ വിപുലമായി തന്നെ ആഘോഷിക്കാൻ അവർ തീരുമാനം എടുക്കുന്നുണ്ട്. എല്ലാ ദിവസത്തെയും എന്ന പോലെ തന്നെ രാധ ഇന്നും വളരെയധികം നേരത്തെ തന്നെ എഴുന്നേൽക്കുകയാണ്. സ്നാനമൊക്കെ കഴിഞ്ഞ് ഭഗവാനുള്ള പൂജകളും പ്രാർത്ഥനകളൊക്കെ അർപ്പിക്കുകയാണ്. രാധ എപ്പോഴും തൻ്റെ ഓടക്കുഴല് സൂക്ഷിക്കുമായിരുന്നത് ഭഗവാന്റെ പൂജാമുറിയിൽ, ഭഗവാന്റെ കാൽക്കലിൽ ആണ്. രാധ ഓടക്കുഴല് വായിക്കുന്നത് കേൾക്കാൻ രാധയുടെ അച്ഛനും അമ്മയ്ക്കും 2 ജ്യേഷ്ഠന്മാർക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ രാധയുടെ പിറന്നാൾ ദിവസം ആയതുകൊണ്ട് അന്ന് എല്ലാവരും കൂടെ ചേർന്നിരുന്നാണ് രാധയോട് ഓടക്കുഴൽ വായിക്കാനായിട്ട് പറയുന്നത്. അതിമധുരമായി രാധ ഓടക്കുഴൽ വായിക്കുന്നുമുണ്ട്. അങ്ങനെ രാധ ഓടക്കുഴൽ വായിക്കുന്നത് കേട്ട് ആ വീടിന്റെ മുറ്റത്തായിട്ട് ഒരു സന്യാസി വരികയാണ്.
ആ സന്യാസി രാധ ഓടക്കുഴൽ വായിക്കുന്നത് കേട്ട് വളരെയധികം സംപ്രീതനായിരിക്കുകയാണ്. സന്യാസിയെ കാണുന്ന മാത്രയിൽ തന്നെ ദേവദത്തനും സുഭദ്രയും അവരെ വീടിനുള്ളിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ പുത്രിയുടെ പിറന്നാളാണ് ഇന്ന് എന്നും പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് വളരെയധികം സംപ്രീതനാകുന്ന ആ ഒരു സന്യാസി രാധയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വളരെ അമൂല്യമായിട്ടുള്ളൊരു കൃഷ്ണ വിഗ്രഹമാണ് രാധയ്ക്ക് കൊടുക്കുന്നത്. ആ കൃഷ്ണ വിഗ്രഹം ലഭിക്കുന്ന രാധയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. ഭഗവാൻ നേരിട്ട് വന്ന് ഭഗവാനെ തന്നെ സമ്മാനിച്ചതായിട്ടാണ് രാധയ്ക്ക് പ്രതീതമാവുന്നത്. അന്ന് തൊട്ട് ആ കൃഷ്ണ വിഗ്രഹവും ഈ ഓടക്കുഴലും രാധയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. എല്ലാ ദിവസവും ഈ കൃഷ്ണ വിഗ്രഹവും ഓടക്കുഴലും രാധ എടുക്കാറുണ്ട്, നാമജപങ്ങൾ അർപ്പിക്കാറുണ്ട്. മാത്രമല്ല ആ ഓടക്കുഴല് എല്ലാ ദിവസവും വായിക്കാറുമുണ്ട്. രാധയോട് മൊത്തത്തിൽ ദേഷ്യമുള്ള ഒരാളുണ്ട് ആ വീട്ടില്, കാളിയമ്മ. കാളിയമ്മയ്ക്ക് രാധയെ എല്ലാവരും ഇത്തരത്തിൽ പുകഴ്ത്തുന്നതൊന്നും കാളിയമ്മയ്ക്ക് ഇഷ്ടമാവുന്നില്ല. മാത്രമല്ല കാളിയമ്മയ്ക്ക് പെൺകുഞ്ഞുങ്ങളോട് വളരെയധികം ദേഷ്യമാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ പെൺകുഞ്ഞുങ്ങളെ ഒരു പ്രാരാബ്ധമായിട്ട് അല്ലെങ്കിൽ ഒരു ഭാരമായിട്ടൊക്കെയാണ് ആൾക്കാർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാധ എന്ന് പറയുന്ന കുട്ടി ദേവദത്തിന്റെയും സുഭദ്രയുടെയും മകൾ പോലുമല്ല. അതുകൊണ്ട് ഭാവിയിൽ ഇനി രാധയ്ക്കായിട്ട് ഒരുപാടധികം പണച്ചിലവുകൾ ഉണ്ടാവുമോ എന്ന് വളരെ വലിയ ആശങ്കയിലായിരുന്നു കാളിയമ്മ. പക്ഷേ ആ ഒരു നാട്ടിലുള്ള ആൾക്കാരും അവരുടെ ബന്ധുജനങ്ങളൊക്കെ രാധയെ വളരെ വലിയ രീതിയിൽ സ്നേഹിക്കുന്നത് കാണുമ്പോൾ കാളിയമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അതായത് കാളിയമ്മയുടെ മനസ്സിൽ ഒരു ചിന്താഗതി വരികയാണ്, ഈ ഓടക്കുഴലും കൃഷ്ണ വിഗ്രഹവും ഇവളുടെ കൂടെ ഉള്ളത് കൊണ്ടാണോ ഇവൾക്ക് ഇത്രയധികം ആൾക്കാരുടെ സ്നേഹം ലഭിക്കുന്നത് എന്നൊക്കെ ഈ ഒരു ഇടുങ്ങിയ ചിന്താഗതി കാളിയമ്മയുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് രാധയിൽ നിന്നും ആ ഒരു സൗഭാഗ്യത്തെ തട്ടിയെടുക്കാനായിട്ട് കാളിയമ്മ ശ്രമിക്കുകയാണ്. ഒരിക്കല് അവരെല്ലാവരും ക്ഷേത്രത്തിൽ പോയിരിക്കുന്ന സമയത്ത് കാളിയമ്മ രാധയുടെ പൂജാമുറിയിൽ നിന്ന് ആ ഒരു ഓടക്കുഴലും കൃഷ്ണ വിഗ്രഹവും എടുത്ത് മാറ്റുകയാണ്. ഒരിക്കലും ഇനി രാധയ്ക്ക് ഈ ഒരു ഓടക്കുഴലും കൃഷ്ണ വിഗ്രഹവും കിട്ടരുത് എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടിയാണ് കാളിയമ്മ ഇത് ചെയ്യുന്നത്. ആദ്യം കാളിയമ്മ വിചാരിക്കുന്നത് ഈ ഒരു ഓടക്കുഴലും കൃഷ്ണ വിഗ്രഹം എവിടെയെങ്കിലും കളയാമെന്നാണ്. പക്ഷേ വീണ്ടും ആ ഒരു ഇടുങ്ങിയ ചിന്താഗതി എത്രത്തോളം സഞ്ചരിക്കുന്നു എന്ന് ഇനി കേട്ടാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് കാളിയമ്മയുടെ മനസ്സിൽ ഒരു തോന്നൽ വരികയാണ്, ഈ ഓടക്കുഴലും കൃഷ്ണ വിഗ്രഹം രാധയുടെ കൂടെ ഉള്ളത് കൊണ്ടാണോ രാധയ്ക്ക് എല്ലാവരുടെയും സ്നേഹം ലഭിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓടക്കുഴലും കൃഷ്ണ വിഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെയും എല്ലാവരും സ്നേഹിക്കുമല്ലോ എന്നുള്ളൊരു ചിന്താഗതി കാളിയമ്മയുടെ മനസ്സിൽ വരികയാണ്. അതുകൊണ്ട് കാളിയമ്മ എന്താണ് ചെയ്യുന്നത്? ആ ഒരു ഓടക്കുഴലും കൃഷ്ണ വിഗ്രഹവും കാളിയമ്മയുടെ ഒരു വസ്ത്രമൊക്കെ ഇട്ട് വെക്കുന്ന ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയുടെ ഏറ്റവും താഴെ തട്ടില് ആരും കാണാതെ സൂക്ഷിച്ചു വെക്കുകയാണ്. അതായത് കാളിയമ്മയുടെ കയ്യിലാണ് ഇത് സൂക്ഷിച്ചു വെക്കുന്നത്. ഒരിക്കലും രാധയ്ക്ക് കിട്ടരുത് എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ് രാധയും അച്ഛനും അമ്മയും പുത്രന്മാരും ഒക്കെ. അങ്ങനെ ഇവര് എല്ലാവരും ചേർന്ന് പൂജാമുറിയിൽ ചെന്ന് നോക്കുമ്പോൾ രാധ എത്രത്തോളം അമൂല്യമായി സൂക്ഷിച്ച ആ ഒരു ഓടക്കുഴലും കൃഷ്ണ വിഗ്രഹവും അവിടെ കാണാനില്ല. ഇത് കാണുന്ന രാധയ്ക്ക് വളരെയധികം സങ്കടമാവുകയാണ്. ആ കുഞ്ഞു മനസ്സ് വളരെ പിടയുകയാണ് കടന്നിട്ട്. കാരണം അവൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട് അത്രത്തോളം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു കാര്യമായിരുന്നു ആ ഒരു ഓടക്കുഴലും കൃഷ്ണ വിഗ്രഹവും എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടതിൽ വളരെയധികം സങ്കടം തോന്നുകയാണ്. അവരെല്ലാവരും ആ വീടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഇതിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കിട്ടുന്നില്ല, അവർക്ക് അത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാളിയമ്മയ്ക്ക് വളരെയധികം ആനന്ദം തോന്നുകയാണ്. അതായത് രാധ കരയുന്നത് കണ്ടിട്ട് വളരെയധികം സന്തോഷം തോന്നുകയാണ്. നോക്കൂ, എത്ര ഇടുങ്ങിയ ചിന്താഗതിയാണ് ഇവരുടെ മനസ്സിലെന്ന് നോക്കും. കാരണം ഈ ഒരു ഓടക്കുഴലും കൃഷ്ണ വിഗ്രഹവും കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും തങ്ങളെ സ്നേഹിക്കും, അല്ലെങ്കിൽ അത് ഒരാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന സങ്കടം കണ്ട് ആസ്വദിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവുകയാണ് ഈ ഒരു കലിയുഗത്തിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞു രാധ ഒരുപാടധികം വിഷമിച്ചിരിക്കുന്നത് കണ്ട് രാധയുടെ അച്ഛൻ രാധയോട് പോയി പറഞ്ഞു, മോളെ നീ ഒരിക്കലും വിഷമിക്കരുത്, നമുക്ക് വീണ്ടും വൃന്ദാവനത്തിലേക്ക് പോകാം. വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്റെ ആ ഒരു ഓടക്കുഴൽ പോലത്തെ ഒരു ഓടക്കുഴൽ കാണാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് നമുക്ക് ഒരു നല്ല കൃഷ്ണ വിഗ്രഹവും വാങ്ങാം എന്ന് അച്ഛൻ മകളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞു രാധയ്ക്ക് ഒരു പുതിയ ഓടക്കുഴലോ ഒരു കൃഷ്ണ വിഗ്രഹമോ ഒന്നുമല്ല രാധ ആഗ്രഹിക്കുന്നത്. തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഓടക്കുഴലും ആ കൃഷ്ണ വിഗ്രഹവും തന്നെയാണ് വേണ്ടത് എന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. ആ
ഒരു കാര്യം രാധ തൻ്റെ അച്ഛനോട് പറയുകയും ചെയ്തു. പക്ഷേ അച്ഛൻ പറയുന്നുണ്ട്, മോളെ, ഭഗവാൻ എന്ന് പറയുന്നത് ഒരു വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ഒരു വസ്തുവിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല. ഭഗവാൻ എന്ന് പറയുന്നത് സർവ്വചരാചരങ്ങളിലും ഉണ്ട്, സർവ്വ വസ്തുക്കളിലും ഉണ്ട്. എല്ലാവരുടെയും സ്വന്തമാണ് ഭഗവാൻ. എൻ്റേത് നിൻ്റേത് എന്നൊന്നുമില്ല. ആര് ഭഗവാനെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടു കൂടിയും വിളിക്കുന്നുവോ അവർക്ക് സ്വന്തമാണ് ഭഗവാൻ. അത് രാസലീലയിൽ തന്നെ അത് വളരെ വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ ഗോപികമാരും കൃഷ്ണനെ സ്വന്തമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഗോപികമാരുടെയും കൂടെ കൃഷ്ണൻ രാസലീല അല്ലെങ്കിൽ രാസക്രീഡ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന കുഞ്ഞു രാധയ്ക്ക് തൻ്റെ മനസ്സിൽ കുറച്ചൊക്കെ ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ രാധയുടെ മനസ്സ് വീണ്ടും ആ ഒരു നഷ്ടപ്പെട്ടു പോയ ഓടക്കുഴലിലും കൃഷ്ണവിഗ്രഹത്തിലും തന്നെയാണ് കുരുങ്ങി നിൽക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് പിറ്റേ ദിവസം വൃന്ദാവനത്തിലേക്ക് പോവാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ അന്നേ ദിവസം രാത്രി അവിടെ വലിയൊരു സംഭവം നടന്നു. നമ്മൾ എന്തൊക്കെ പദ്ധതികൾ ഇട്ടാലും ഭഗവാന്റെ പദ്ധതി എന്ന് പറയുന്നതേ നമ്മുടെ ജീവിതത്തിൽ നടക്കുള്ളൂ എന്നതിൻ്റെ ഉദാഹരണമാണ് ഇനി നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. അവരുടെ അമ്മയായ കാളിയമ്മയ്ക്ക് വളരെ വലിയ രീതിയിൽ ഒരു രോഗം പിടിപെടുകയാണ്. അതായത് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും കാളിയമ്മയ്ക്ക് സാധിക്കുന്നില്ല. തൻ്റെ കൈകൾ അനക്കാനായിട്ട് സാധിക്കുന്നില്ല, തൻ്റെ കാലുകളൊന്നും അനക്കാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല കാലുകൾ രണ്ടും തരിച്ചു പോയ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. തൻ്റെ ആവശ്യങ്ങൾക്ക് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ വേദന കൊണ്ട് കാളിയമ്മ ആ കട്ടിലിൽ കടന്നുകൊണ്ട് വളരെ വലിയ രീതിയിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കി കരയുന്നുണ്ട്. എന്താണ്, എന്നെ ആരെങ്കിലും രക്ഷിക്കൂ, ഭഗവാനെ, ഈശ്വര എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് കരയുന്നത്. ജീവിതത്തിൽ ഈ ദിവസം വരെ ഭഗവാനെ കുറിച്ച് സ്മരിക്കാതെ ഭഗവാനെ എന്നും പൂജിച്ചുകൊണ്ട് മാത്രം നടന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു കാളിയമ്മ. അങ്ങനത്തെ ഒരു സ്ത്രീ ഭഗവാനെ ഇന്ന് വിളിക്കുകയാണ്, വളരെയധികം ഉള്ളിൽ തട്ടിക്കൊണ്ട് തന്നെ വിളിക്കുകയാണ്. കാളിയമ്മയുടെ ഈ ഒരു അവസ്ഥ മനസ്സിലായത് കൊണ്ട് തന്നെ അച്ഛനും കുഞ്ഞു രാധയും മാത്രമായി വൃന്ദാവനത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഭാര്യയായ സുഭദ്രാമ്മ കാളിയമ്മയ്ക്ക് കാവലായി വീട്ടിൽ നിൽക്കുന്നുണ്ട്. വലിയ വലിയ വൈദ്യന്മാരെയൊക്കെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അവർ കുറേ മരുന്നുകളും തൈലങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോഴും ദേവദത്തന്റെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും മാറി മറയും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞു രാധയും കൂട്ടി വൃന്ദാവനത്തിലേക്ക് അച്ഛനും മോളും കൂടെ യാത്രയായി. അങ്ങനെ വൃന്ദാവനത്തിൽ വളരെയധികം സങ്കടത്തോടു കൂടി അന്ന് രാധാകൃഷ്ണന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവരിരുവരും. പക്ഷെ അന്നേ ദിവസം ആവട്ടെ അവിടെ ആരും തന്നെ ഓടക്കുഴൽ വിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. അച്ഛന് മകളോട് എന്ത് പറയണമെന്ന് അറിയില്ല. വളരെയധികം വിഷമത്തോടു കൂടി വൃന്ദാവനത്തിലെ ആ പടിക്കെട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛനും മോളും. വളരെയധികം സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് നമ്മുടെ കുഞ്ഞു രാധ. കരയുകയാണ് പാവം ആ കുഞ്ഞ്. അതായത് താൻ അത്രത്തോളം സ്നേഹിച്ചിരുന്ന ആ ഒരു ഓടക്കുഴലും കൃഷ്ണവിഗ്രഹവും തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളതിന്റെ സങ്കടം ആ കുഞ്ഞു മനസ്സിൽ അലയടിക്കുകയായിരുന്നു. അങ്ങനെ രാധാകൃഷ്ണന്മാരുടെ ആ ഒരു വിഗ്രഹത്തിൽ നോക്കി കരയുകയാണ് കുഞ്ഞു രാധ. അപ്പോഴാണ് രാധയുടെ തോളിൽ ഒരു കൈകൾ വന്ന് മുട്ടുന്നത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ രാധ എന്താണ് കാണുന്നത്? ഒരു കുഞ്ഞ് ബാലകനും ബാലികയും നിൽക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് രാധയുടെ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട്. രാധയോട് അവർ പറയുന്നുണ്ട് പുഞ്ചിരിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു സങ്കടം ഉള്ളിൽ കിടക്കുന്ന ആ കുഞ്ഞു മനസ്സിന് പുഞ്ചിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ബാലകനും ബാലികയും ആ കുഞ്ഞു രാധയുടെ കൈകൾ തുറക്കാനായിട്ട് പറഞ്ഞു. ആ കൈകളിലേക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ഓടക്കുഴലും അതേ കൃഷ്ണ വിഗ്രഹവും വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന നമ്മുടെ കുഞ്ഞു രാധയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. താൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കാര്യമാണ് തൻ്റെ ഉള്ള കൈയിലേക്ക് കൊണ്ടുവന്ന് കിട്ടുന്നത്. അപ്പോൾ അത്രയധികം സന്തോഷം തോന്നുകയാണ്. ആ കുഞ്ഞു രാധ കരഞ്ഞുകൊണ്ട് വിതുമ്പുന്ന ആ ഒരു സ്വരത്തോടു കൂടി അവർ രണ്ടുപേരോടായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു കൃഷ്ണ വിഗ്രഹവും ഈ ഓടക്കുഴലും കിട്ടിയത് എന്ന്. അങ്ങനെ നിങ്ങൾ ആരാണ് എന്നുള്ള ആ ചോദ്യത്തിന് ആ കുഞ്ഞുങ്ങളിൽ രണ്ടുപേരും ഉത്തരം പറയുകയാണ്. എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് എന്ന് ആ ആൺകുട്ടി പറയുന്നുണ്ട്. എൻ്റെ പേര് രാധ എന്നാണ് എന്ന് ആ പെൺകുട്ടിയും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ കുഞ്ഞ രാധയ്ക്ക് വളരെയധികം സന്തോഷം വീണ്ടും തോന്നുകയാണ്. എന്നിട്ട് അവളൊരു മാത്രയിൽ തന്നെ ആ ഒരു കൃഷ്ണ വിഗ്രഹത്തിലേക്ക്, അതായത് ശ്രീകോവിലിൻ്റെ ഉള്ളിലുള്ള ആ കൃഷ്ണ വിഗ്രഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്.
എന്നിട്ട് ഈ രണ്ടു പേരോടുമായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ചിരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞു രാധ. വീണ്ടും നമ്മുടെ കുഞ്ഞു രാധ അവരോടായിട്ട് ഒരുപാടധികം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കൃഷ്ണ വിഗ്രഹവും ഓടക്കുഴലും നിങ്ങളുടെ കയ്യിൽ കിട്ടിയത്? ആരാണ് ഇത് എനിക്ക് കൊണ്ട് തരാൻ പറഞ്ഞത്? നിങ്ങൾക്ക് എന്നെ ഇതിനു മുൻപ് അറിയുമോ? എന്നൊക്കെ ഇങ്ങനെ തുരയായി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ആ രണ്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കിവിടെ അധികം നേരം നിൽക്കാനായിട്ട് സമയമില്ല. ക്ഷേത്രത്തിന്റെ പുറത്ത് നിന്ന് ഞങ്ങളെ ഒരുപാടധികം പേര് വിളിക്കുന്നുണ്ട് എന്ന്. ഇതും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് ബാലകനും ബാലികയും അങ്ങനെ അങ്ങോട്ട് ഓടിപ്പോയി. അങ്ങനെ ഈ നടന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞു രാധ അവളുടെ അച്ഛനോടായിട്ട് ആ ഒരു വൃന്ദാവനത്തില് രാധാകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം കേൾക്കുന്ന തൻ്റെ അച്ഛന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ് ഇത് രാധാകൃഷ്ണന്മാരുടെ സ്നേഹലീലയാണ് എന്നത്. എന്നിട്ട് നമ്മുടെ കുഞ്ഞു രാധ അവളുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് അച്ഛാ ആ രാധയും കൃഷ്ണനും എന്ന്. അപ്പോ തൻ്റെ പുത്രിയോടായിട്ട് ദേവദത്തൻ പറയുന്നുണ്ട്, മോള് ഇഷ്ടപ്പെടുന്ന, മോള് സ്നേഹിക്കുന്ന ആ രാധയും കൃഷ്ണനും തന്നെയാണ് മോളുടെ മുന്നിൽ വന്നത് എന്ന്. എപ്പോഴും നിഷ്കളങ്കമായി വേണം ഭഗവാനെ വിളിക്കാൻ. എങ്കിൽ മാത്രമേ ആ ഭഗവാന്റെ കടാക്ഷവും അനുഗ്രഹവും ആ ഒരു താങ്ങും തണലും ഒക്കെ നമ്മളിൽ ഉണ്ടാവൂ എന്ന് അന്നത്തെ ആ ദിവസം അച്ഛൻ രാധയോട് പറയുകയാണ്. അങ്ങനെ ഓടക്കുഴലും കൃഷ്ണ വിഗ്രഹവുമായി സന്തോഷത്തോടു കൂടി രാധ തിരികെ വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തുമ്പോൾ കാണുന്നത് കാളിയമ്മയുടെ അവസ്ഥ ദിനം പ്രതി പരിതാപകരമായി മാറുകയാണ്. കാളിയമ്മയ്ക്ക് കടക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാനായിട്ട് പോലും സാധിക്കുന്നില്ല. കാളിയമ്മയുടെ അടുത്തെത്തുന്നുണ്ട് രാധ. രാധയെ കാണുന്ന മാത്രയിൽ തന്നെ കാളിയമ്മയ്ക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. കാരണം കാളിയമ്മയുടെ മനസ്സിൽ വീണ്ടും തോന്നുകയാണ്, രാധയെ ഉപദ്രവിച്ചത് കൊണ്ടാണോ കാളിയമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്ന്. അങ്ങനെ രാധ തനിക്ക് തിരിച്ചു കിട്ടിയ ആ ഒരു ഓടക്കുഴലും കൃഷ്ണ വിഗ്രഹവും കാളിയമ്മയോട് കാണിക്കുന്നുണ്ട്. നോക്കൂ അമ്മമ്മേ, എനിക്ക് കളഞ്ഞു പോയ എൻ്റെ ഓടക്കുഴലും കൃഷ്ണ വിഗ്രഹവും തിരികെ ലഭിച്ചു കഴിഞ്ഞു എന്ന്. അപ്പോൾ കാളിയമ്മ അന്ന് ആദ്യമായി രാധയോട് ആവശ്യപ്പെടുകയാണ് ആ ഒരു ഓടക്കുഴൽ ഒന്ന് വായിക്കാനായിട്ട്. അങ്ങനെ കാളിയമ്മയുടെ ഈ ഒരു അഭ്യർത്ഥന കേൾക്കുന്ന രാധയ്ക്കും അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല രണ്ട് പുത്രന്മാർക്കൊക്കെ വളരെയധികം അത്ഭുതം തോന്നുകയാണ്. ഇത് കാളിയമ്മ തന്നെയാണോ പറയുന്നത് എന്നതാണ് അവർക്ക് തോന്നുന്നത്. പക്ഷേ രാധ വളരെയധികം സ്നേഹത്തോടു കൂടെ തന്നെ ആ ഒരു ഓടക്കുഴൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വായിക്കുകയാണ്. അങ്ങനെ ആ ഓടക്കുഴൽ വായിക്കുന്നത് കേൾക്കുന്ന സമയത്ത് കാളിയമ്മയുടെ കണ്ണിലൂടെ ധാരധാരയായ അശ്രുക്കൾ പൊഴിയുകയാണ്. താൻ ചെയ്ത വലിയൊരു തെറ്റിന്റെ കുറ്റബോധം കാളിയമ്മയുടെ മനസ്സിൽ അലയടിക്കുകയാണ്. ഉള്ളുകൊണ്ട് അന്ന് ആദ്യമായി കാളിയമ്മ ഭഗവാനെ സ്മരിക്കുന്നുണ്ട്. വളരെ വലിയ രീതിയിൽ ഭഗവാനോട് ക്ഷമ പറയുകയാണ്. അതായത് തൻ്റെ മനസ്സ് എത്രത്തോളം ദുഷിച്ചതായിരുന്നു എന്ന് അന്നാണ് കാളിയമ്മ തിരിച്ചറിയുന്നത്. പെൺകുഞ്ഞുങ്ങളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീയാണ് അവർ. രാധയോട് വളരെയധികം ദേഷ്യമായിരുന്നു. ആ കുഞ്ഞു മനസ്സിനെ പോലും നോവിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നറിയുമോ കാളിയമ്മ? അതിനൊക്കെ ഭഗവാനോട് വളരെ വലിയ രീതിയിൽ ക്ഷമ ചോദിക്കുകയാണ് അന്ന് ആ കിടപ്പിൽ കടന്നുകൊണ്ട് കാളിയമ്മ. ഉടനെ തന്നെ നമ്മുടെ കുഞ്ഞു രാധ കാളിയമ്മയെ വന്ന് മെല്ലെ സ്പർശിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു രാധയുടെ സ്പർശനമേൽക്കുന്ന മാത്രയിൽ തന്നെ കാളിയമ്മയ്ക്ക് വളരെയധികം ആശ്വാസം തോന്നുകയാണ്. ദേഹമൊക്കെ പൊട്ടിപ്പൊളിയുന്ന രീതിയിലുള്ള വേദനയുണ്ടായിരുന്നു കാളിയമ്മയ്ക്ക്. പക്ഷേ അതിൽ നിന്ന് നല്ലൊരു ആശ്വാസം തോന്നുകയാണ്. പതിയെ കാളിയമ്മ താൻ കടക്കുന്ന സ്ഥലത്തിൽ നിന്ന് എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് രാധ, നമ്മുടെ കുഞ്ഞു രാധ കാളിയമ്മയോട് എഴുന്നേക്കൂ അമ്മൂമ്മേ എന്ന് ആവശ്യപ്പെടുകയാണ്. ആ കുഞ്ഞു രാധയെ ഒന്നെടുത്ത് മാറോട് ചേർത്ത് പിടിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയാണ് കാളിയമ്മയുടെ മനസ്സിൽ. മെല്ലെ പതിയെ അന്ന് ആദ്യമായിട്ട് കാളിയമ്മ തൻ്റെ നാവിലൂടെ ഭഗവാനെ വിളിക്കുകയാണ്. കൃഷ്ണ, നാരായണ, വാസുദേവ എന്ന് വളരെ വലിയ രീതിയിൽ തന്നെ കാളിയമ്മ വിളിക്കുന്നുണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, അത്ര വൈദ്യന്മാർ വന്ന് മാറാത്ത രോഗം ആ വാതാലയേശൻ മാറ്റിക്കൊടുത്തത് തന്നെയാണ്. കാളിയമ്മയ്ക്ക് എളുപ്പം തന്നെ ആ ഒരു കട്ടിലിൽ നിന്ന് എഴുന്നേക്കാനായിട്ട് സാധിച്ചു. കാളിയമ്മയുടെ കണ്ണിലൂടെ ധാരധാരയായി അശ്രുക്കൾ വരികയാണ്. താൻ ചെയ്ത തെറ്റിന്റെ ആഴം എന്താണെന്ന് അപ്പോഴാണ് കാളിയമ്മ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മുടെ കുഞ്ഞു രാധയെ കെട്ടിപ്പിടിക്കുകയാണ്, മാറോട് അണക്കുകയാണ് കാളിയമ്മ.
പിന്നീട് രാധയുടെ കയ്യിൽ ആ ഒരു ഓടക്കുഴലും ആ ഒരു കൃഷ്ണ വിഗ്രഹവും കാണുന്ന കാളിയമ്മയ്ക്ക് ആശ്ചര്യവും അത്ഭുതവും തോന്നുകയാണ്. അപ്പോഴാണ് കാളിയമ്മ മനസ്സിലാക്കുന്നത് ആ കുഞ്ഞു രാധയുടെ കൂടെ എന്നും ആ ബ്രഹ്മാണ്ഡനാഥനായ മഹാപ്രഭു ആ കുഞ്ഞു രാധയുടെ കൂടെ ഉണ്ട് എന്ന്. അങ്ങനെ കാളിയമ്മ മെല്ലെ പൂജാമുറിയിൽ എത്തുകയാണ്. ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ഒരുപാടധികം വർഷങ്ങൾക്ക് ശേഷം അന്നാണ് കാളിയമ്മ പൂജാമുറിയിൽ കയറുന്നത് തന്നെ. അങ്ങനെ ഭഗവാനോട് സ്വയം സമർപ്പിതമായി എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഭഗവാനോട് ക്ഷമ ചോദിക്കുകയാണ് കാളിയമ്മ. മാത്രമല്ല, അന്ന് തൊട്ട് കാളിയമ്മയുടെ സ്വഭാവത്തിൽ വളരെ വലിയ മാറ്റവും കാണാനായിട്ട് സാധിച്ചു. കാളിയമ്മയുടെ ഇത്തരത്തിലുള്ള മാറ്റം കണ്ട് വളരെയധികം സന്തോഷമാവുകയാണ് ദേവദത്തനും സുഭദ്രയ്ക്കും കുഞ്ഞുങ്ങൾക്കും. അങ്ങനെ അന്നേ ദിവസം രാത്രി എത്ര കടന്ന് ഉറങ്ങാനായിട്ട് ശ്രമിച്ചിട്ടും കാളിയമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതായത് കാളിയമ്മയുടെ മനസ്സിൽ ആ ഒരു സംശയം അലതല്ലുകയായിരുന്നു. അതായത് താൻ മാറ്റിവെച്ചതായിരുന്നുവല്ലോ ആ ഒരു ഓടക്കുഴലും കൃഷ്ണവിഗ്രഹം, അത് അവിടെ തന്നെ ഉണ്ടോ, അതെങ്ങനെയാണ് രാധയുടെ കയ്യിൽ ലഭിച്ചത് എന്നൊക്കെ കാളിയമ്മയുടെ മനസ്സിൽ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മെല്ലെ കാളിയമ്മ തൻ്റെ ആ വസ്ത്രമാക്കി വെച്ച ആ ഒരു പെട്ടി തുറന്നു നോക്കുകയാണ്. അങ്ങനെ ഓടക്കുഴലും ആ ഒരു കൃഷ്ണവിഗ്രഹവും ഇരുന്ന സ്ഥാനത്ത് അവിടെ അത് രണ്ടുമില്ല, മറിച്ച് ഒരു കൊച്ചു മയിൽപ്പീലി മാത്രം ഭഗവാൻ അവിടെ ബാക്കിയാക്കിയിട്ടുണ്ട്. ഇത് കാണുന്നതിലൂടെ കാളിയമ്മയ്ക്ക് ഭഗവാനോടുള്ള വിശ്വാസം കൂടി വരികയാണ്. ഭഗവാന്റെ സാന്നിധ്യം അന്ന് കാളിയമ്മയ്ക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ ഈ സമൂഹത്തില് കൃഷ്ണഭക്തരെ കളിയാക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ആൾക്കാര് ഒത്തിരി ഉണ്ട് അല്ലെ. അപ്പോൾ അവരൊന്ന് മനസ്സിലാക്കാനായിട്ടാണ് പറയുന്നത്. ഒരിക്കലെങ്കിലും നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു കൃഷ്ണാനുഭവമെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരിക്കലും ഭഗവാന്റെ അടുത്ത് നിന്ന് നമുക്ക് വരാനായിട്ട് സാധിക്കില്ല. എന്നും ഭഗവാനെ ചിന്തിച്ച് എന്നും ഭഗവാനിൽ സമർപ്പിതമായിട്ട് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിന്റെ അടുത്തെത്തിയാൽ മതി. പിന്നെ അദ്ദേഹം നമ്മളെ തേടി നമ്മളെ തെറ്റുകൾ തിരുത്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചോളും. അത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ്. ഭക്തരെ ഇത്രയേറെ സ്നേഹിക്കുന്ന, ഭക്തരെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന ഭക്തദാസൻ, ഭക്തവത്സലൻ എന്നൊക്കെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ പറയാറുള്ളത്. അതുകൊണ്ട് ഭക്തരെ ഇത്രയേറെ സ്നേഹിക്കുന്ന, ഭക്തന്റെ പക്ഷം നിൽക്കുന്ന ഒരാളെ, ഒരു ഭഗവാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുക. പാർത്ഥന്റെ സാരഥിയായിട്ടാണ് ഭഗവാൻ പോയിരിക്കുന്നത്. ഒരു ഭക്തന്റെ അല്ലെങ്കിൽ തന്നോടൊപ്പം തന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരാളുടെ സാരഥി വരെ ആയിട്ട് ഭഗവാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി എന്നും ആ ശക്തി, എന്നും ആ ഒരു ഭഗവാൻ ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നും എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ സമർപ്പിതമായി നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ ചെയ്യുന്ന ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഭഗവാനെ ചിന്തിച്ചു നോക്കൂ. ആ ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥ. ഇന്നത്തെ ഈ കൊച്ചു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നും ഇഷ്ടപ്പെട്ടു എന്നും ഞാൻ കരുതുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീകൃഷ്ണ.